കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. അവൻ കർത്താവേ ദൈവം വരണേ, അവൻ കർത്താവേ നീ രാജ്യം വരണേ, അവൻ കർത്താവേ ദൈവം വരണേ, അവൻ കർത്താവേ നീ രാജ്യം വരണേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 23-ാം വാക്യം. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഇന്നത്തെ വചനത്തിൽ 3 പ്രധാന സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മിൽ നിന്നും വെറും വാക്കുകൾ മാത്രമല്ല, ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്തുതിയും ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങൾക്കിടയിലും കർത്താവേ നന്ദി എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി രൂപപ്പെടുന്നു. സന്തോഷത്തിൽ സ്തോത്രം പറയുവാൻ എളുപ്പമാണ്. എന്നാൽ കഷ്ടതകളിൽ സ്തോത്രം പറയുമ്പോൾ ആത്മീയ ശക്തിയുടെ അടയാളമായി അത് മാറ്റപ്പെടും. 2, ശരിയായ വഴി തിരഞ്ഞെടുക്കണം. വചനം പറയുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ. ജീവിതത്തിൽ സ്തോത്രം മാത്രം പോരാ, നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിരിക്കണം. സ്തോത്രവും അനുസരണവും ഒന്നിക്കുമ്പോൾ ആത്മീക വളർച്ച ജീവിതത്തിൽ സംഭവിക്കും. 3, ദൈവം രക്ഷ കാണിച്ചു തരുന്നു. ദൈവം വാഗ്ദാനം ചെയ്യുന്നത് വെറും താൽക്കാലികമായ സഹായമല്ല, നിത്യരക്ഷയുടെ അനുഭവമാണ്. യേശു മുഖാന്തരം ലഭിക്കുന്ന രക്ഷ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും. അത് തകർന്ന ഹൃദയം സൗഖ്യം പ്രാപിക്കും, വഴിതെറ്റിയവനെ നേരെ പാതയിൽ നയിക്കും, നിരാശയിൽ പ്രത്യാശ നൽകും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ സ്തോത്രം ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. നമ്മുടെ വഴി ശരിയായ യാത്രയായി മാറ്റപ്പെടട്ടെ. സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ രക്ഷയും മഹത്വവും അനുഭവിക്കുന്നവരായി ഈ നാളുകൾ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അധരത്തിൽ സ്തോത്രവും എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയും നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.